വീണ്ടും സ്വാഗതം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പന്തളത്തെ ഈ പുണ്യഭൂമിയിലേക്ക്. ഞാനും എന്നോടൊപ്പം അരുൺ കൊടുങ്ങൂരുമാണ് ഈ ഷോയിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. അരുൺ, ഇനി നമുക്ക് അതിഥികളിലേക്ക് കടക്കാം. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് പന്തളം കൊട്ടാരത്തെ സംബന്ധിച്ചോളം, ഭക്ത സമൂഹത്തെ സംബന്ധിച്ചോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേര്, അത് PN നാരായണവർമ്മ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേര്. അന്ന് ഭക്തരുടെ കണ്ണീര് വീഴ്ത്തി ശബരിമലയിലെ പവിത്രമായ, ഏറ്റവും പരിപാവനമായ, ഏറ്റവും ശ്രേഷ്ഠമായ ആചാര ലംഘനത്തിന് സർക്കാർ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന് മുൻനിരയിൽ നിന്ന് ചെറുത്ത ഒരാൾ, അത് പന്തളം കൊട്ടാരത്തിന്റെ നിർവാഹക സംഘം അന്നത്തെ സെക്രട്ടറി ആയിരുന്ന PN നാരായണവർമ്മ, അതോടൊപ്പം തന്നെ അരുൺ വർമ്മ. ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ അത് ഈ പന്തളത്തിന്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഒരു ഭൂമിയിൽ നിന്ന് നമുക്കൊപ്പം, ജനം TVക്കൊപ്പം ഈ ഒരു സമയത്തേക്ക് പങ്കെടുക്കുകയാണ്. എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ഒരു വൈകാരികമായ ഒരു നിമിഷമാണ്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ഒരു കൊട്ടാരത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ആ ഒരു മണ്ണിൽ നിന്ന് വാർത്താ പുലരി തുടങ്ങാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എനിക്ക് ആ ഒരു സന്തോഷമല്ല, ഞങ്ങൾക്ക് സത്യം പറഞ്ഞ വാക്കുകൾ പോലും കിട്ടുന്നില്ല. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കൊട്ടാരത്തിൽ ഒരു ദുഃഖസാന്ദ്രമാണെങ്കിലും എന്നും ഭഗവാനോടൊപ്പവും, ജനം TVയോടൊപ്പവും, അതുപോലെ ഭക്തജനങ്ങളോടൊപ്പവും വിശ്വാസികളോടൊപ്പവും നമ്മൾ പന്തളം കൊട്ടാരത്തിന് പങ്കുചേരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം 2018 നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും, അന്ന് ഭക്തജനങ്ങൾ അവർ രാത്രിയും പകലുമില്ലാതെ ഉറക്കമുളച്ച് ജനം TVയിൽ നോക്കി, അന്ന് ലോകം മുഴുവൻ തന്നെയുള്ള ഭക്തജനങ്ങൾ അന്ന് അങ്ങനെ ആ ഒരു നടന്നുപോയ ആ പഴയ സംഭവങ്ങളൊന്നും അവർ മറന്നിട്ടില്ല. ഇന്ന് അത് വീണ്ടും ഓർക്കുകയാണ്. ഇന്ന് പമ്പയിൽ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ആഗോള സംഗമം, അയ്യപ്പ സംഗമം എന്ന് നമുക്കത് പറയാൻ സാധിക്കില്ല. കാരണം അയ്യപ്പൻ്റെ പ്രസൻസ് അവിടെ ഇല്ല. തീർച്ചയായിട്ടും പരിപാവനമായ ആ പമ്പ തീരം, അയ്യപ്പനെ കിട്ടിയ തീരം, പന്തള രാജാവിന് അയ്യപ്പനെ കിട്ടിയ സ്ഥലമാണ് പമ്പ. ആ പവിത്രമായ പമ്പയെ മലീനസമാക്കുവാൻ ഇങ്ങനെ ആ ഒരു വിശ്വാസികളല്ലാത്ത സമൂഹം അവിടെ ഒരു സമ്മേളനം നടത്തുന്നു എന്നറിയുന്നതിൽ കൊട്ടാരത്തിന് അധികം വിഷമമുണ്ട്. പിന്നെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അതിൻ്റെ വലിയ തമ്പുരാനുണ്ട്, നമ്മുടെ ട്രസ്റ്റുണ്ട്. ഇവരെല്ലാം തന്നെ നമ്മൾ ഇതിൻ്റെ വലിയ തമ്പുരാനുമായി ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് ജനം ബിഗ് ബ്രേക്കായിട്ട് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ഭക്തജനങ്ങളെല്ലാം അത് ആവേശപൂർവ്വം ഹൃദയത്തിൽ എടുക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ ജനസഭകളുമായി, ഒരുപക്ഷെ അങ്ങ് കണ്ടു നിന്ന് കാണും, ജനസഭകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുകയാണ് ജനം TV. കാരണം അവര് ആ വികാരം, ഭക്തരുടെ വികാരം, അത് ലോകം മുഴുവൻ കേൾക്കണം. പക്ഷെ ആ സമയത്ത് പോലും CPM പ്രതിനിധികൾ പറയുന്നത് പന്തളം കൊട്ടാരം പങ്കെടുക്കുന്നുണ്ടല്ലോ, അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് ഒരു മരണവുമായി ബന്ധപ്പെട്ടത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സന്ദേശം കൂടി അങ്ങയുടെ ഭാഗത്ത്. തീർച്ചയായിട്ടും പന്തളം കൊട്ടാരത്തിനെ സംബന്ധിച്ച് അതിൻ്റെ നിലപാട് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാണ് ഈ സംഗമം, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? നമ്മുടെ 2018 അന്ന് നാമജപവുമായിട്ട്, ഒരു ക്രിമിനൽ കുറ്റം ചെയ്തതല്ല, നാമജപവുമായിട്ട് ഭക്തജനങ്ങളെ ദ്രോഹിച്ച നടപടിക്കെതിരെ, നാമജപവുമായിട്ട് നമ്മുടെ തെരുവീഥികളിലും ക്ഷേത്രങ്ങളിലും ഇറങ്ങിയ ഭക്തജനങ്ങൾക്കെതിരെ കേസുകൾ നിലനിൽക്കുകയാണ്. മാത്രവുമല്ല, ഈ ലോകത്തുള്ള അയ്യപ്പ ഭക്തർക്കെല്ലാം മനസ്സിൽ ഇന്നും വിഷമമുള്ള ആ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റുകൾ, അത് ഇതുവരെയും ആ നിലപാടുകൾ മാറ്റിയിട്ടില്ല. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ടും ആ വിധി വരാൻ കാരണം അന്നത്തെ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും അവരുടെ നിലപാടുകളായിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഭരിച്ചിരുന്ന UDF സർക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, അന്ന് അവിടെ വേണ്ട രീതിയിൽ ഭക്തരോടൊപ്പം നിന്നാണ് അന്ന് അവിടെ അഫിഡവിറ്റും കോടതിയിൽ ആ ഒരു നിലപാടുകളും എടുത്തത്. എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ ഭക്തജനങ്ങളുടെ തലയിൽ ഇടുത്തി വീഴുന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തെറ്റു പറയാൻ സാധിക്കുകയില്ല. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പന്തളം കൊട്ടാരം ഈ ഒരു സംഗമത്തെ ആദ്യമൊക്കെ കൃത്യമായി തന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് പല സംഘടനകളെയൊക്കെ തന്നെ വരുതിയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പന്തളം കൊട്ടാരം ഇറക്കിയ ആ വാർത്താക്കുറിപ്പുണ്ട്, ഒരു സമഗ്രമായ വാർത്താക്കുറിപ്പ്. 4-5 ലൈനേ ഉണ്ടെങ്കിലും അതിൽ കൃത്യമായ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് ഈ അങ്ങ് വിശദമായി പറഞ്ഞ പോലെ സത്യവാങ്മൂലത്തിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ കേസിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും ശ്രദ്ധാപൂർവം നോക്കിയ
ഒരു കാര്യമുണ്ട്. 2018 ഉണ്ടായ ആ ഭക്തരുടെ നമ്മുടെ വിശ്വാസങ്ങൾക്ക് മേൽ ഉണ്ടായ കടന്നുകയറ്റം ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പ് കൂടി അന്ന് ആവശ്യപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചോളം, ഭക്തരെ സംബന്ധിച്ചോളം അതുതന്നെയാണ് കൃത്യമായി. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഉറപ്പ് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ ആഗോള സംഗമം എന്നൊക്കെ പറയുന്നത് പക്ക ഒരു ദൂരത്തിലേക്കും സ്പോൺസർഷിപ്പ് പരിപാടിയിലേക്ക് അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ബിംബമാണോ ഭഗവാൻ? സംഗമം കൊണ്ട് സാധാരണ ഭക്തജനങ്ങൾക്ക് എന്താണ് അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്നതെല്ലാം വലിയ വലിയ ആൾക്കാരാണ്. അവർക്കുള്ള സൗകര്യങ്ങളല്ലാതെ സാധാരണ ഭക്തർക്ക്, അവിടെ വരുന്ന 98% ഭക്തരും സാധാരണ ഭക്തർ, അതായത് സാമ്പത്തികമായിട്ടൊക്കെ വളരെ പുറകോട്ട് നിൽക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ സംഗമം കൊണ്ട് ഗുണമുണ്ടാവും? അതിൻ്റെ ഒരു വ്യക്തതയില്ല. പിന്നെ ഈ കുറച്ച് പൈസ ആര് കൊടുക്കുന്നോ അവർക്ക് മാത്രം എന്നുള്ളൊരു ഒരു ചിന്താഗതിയിലൂടെയാണ്. പന്തളം കൊട്ടാരത്തിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിനോടോ ഗവൺമെൻറ്റിനോടോ ഒന്നും ഒരു പ്രശ്നമില്ല. അവരെടുക്കുന്ന ചില നിലപാടുകളോടാണ് നമുക്ക് പ്രശ്നം. അതാണ് നമ്മൾ തിരുത്തണം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾക്ക് ദേവസ്വം ബോർഡിനോടോ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനോടോ പന്തളം കൊട്ടാരത്തിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ദേവസ്വം ബോർഡുമായിട്ടൊക്കെ നല്ല രീതിയാണ്, പ്രസിഡന്റൊക്കെ ആയിട്ട്. പക്ഷെ ഇവരെടുക്കുന്ന ചില നിലപാടുകൾ അത് തിരുത്തിയേ മതിയാവും എന്നാണ് കൊട്ടാരം. അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവര് ഭക്തരെയും സനാതന ധർമ്മത്തെയും വിശ്വാസത്തെയും ഒക്കെ കയറി പിടിക്കുമ്പോഴാണ് കഴിഞ്ഞ ഈ ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഈ ഗവൺമെന്റ് അവിടെയുള്ള സന്നദ്ധ സംഘടനകളെ മുഴുവൻ അവിടുന്ന് മാറ്റി. അന്നേരം അവിടെ ഉണ്ടാകുന്ന കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ചിലപ്പോൾ കുറച്ച് ഭേദം ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ അതിന് മുമ്പുള്ള ആ കുട്ടിയൊക്കെ മരിച്ചതെന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ, അവർക്ക് വെള്ളം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഭക്തർക്ക് നിൽക്കാനുള്ള സൗകര്യം, ആ ഷീറ്റുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുമാതിരി ഈ പശുവിനെയൊക്കെ നിർത്തുന്ന പോലെ തിങ്ങി തിരക്കി അതിനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഇല്ലേ ആദ്യം കാണുന്നത്. അല്ല, ഇപ്പം വലിയ ഒരു ശീതീകരിച്ച അവിടെ പന്തലിട്ട് രണ്ട് ദിവസം കൊണ്ട് ഇത് ചെയ്യാം. അതെ, അത് കാണിച്ചു തന്നു. അതുപോലെ ഈ ഭക്തരുടെ അടുത്ത് എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്നുള്ള. ഇപ്പൊ ഈ സന്നദ്ധ സംഘടനകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇത്രയും റിസ്ക് ഇല്ല, അവർ നോക്കിക്കോളും. ഇവർ പറയുന്ന സന്നദ്ധ സംഘടനകൾ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു, നിങ്ങളുണ്ടാക്കുന്നില്ല. അല്ല, അതിലാണ് ഞാൻ ഒരു ചെറിയ സംശയം കൂടി. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പം നമ്മൾ പ്രളയത്തിന് ശേഷം നമ്മൾ 2-3 വർഷങ്ങൾ കൃത്യമായി പമ്പയിൽ ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അന്ന് കൃത്യമായി തന്നെ, അന്ന് പന്തളം കൊട്ടാരമടക്കം അതിൽ കൃത്യമായി അതിർത്തി രേഖപ്പെടുത്തിയ ഒരു വിഷയമാണ്. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത് പമ്പയിൽ ഇനി ഒരു സംവിധാനം ഉണ്ടാക്കാൻ വലിയ പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഉണ്ട്, തടസ്സങ്ങളുണ്ട്. അതിന് മുഖ്യ പ്രശ്നമായി പണമായിരുന്നു ഉണ്ടായിരുന്നത്. പാവപ്പെട്ട ഭക്തർ നോമ്പ് നോറ്റ് വന്നിരുന്ന, മാലയിട്ട് വന്നിരുന്ന, ഇരുമുടിക്കെട്ട് ായിരുന്ന ഭക്തർ അങ്ങ് വലിയ ബുദ്ധിമുട്ടുകൾ പമ്പയിൽ നേരിടുമ്പോൾ ഒരു തണൽ പോലും ഒരുക്കാൻ കഴിയാത്ത സർക്കാരാണ് 3-4 ഫെസിലിറ്റി പോലും ഒരുക്കാൻ. പക്ഷെ ഇതിന് ഒരു മിനിറ്റ്, ഞാൻ അങ്ങ് പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. സന്നദ്ധ സംഘടനകളെ അവിടുന്ന് ഇറക്കി, അതിന്റെ ഒരു വലിയ പ്രത്യാഘാതം കണക്കെടുത്തപ്പോ 4 കിലോ സ്വർണ്ണം കാണുന്നില്ല. അപ്പൊ അതൊന്നും ആലോചിച്ചു. അതെ 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 വളരെ അതാണ് ഭഗവാന് ഇതൊന്നും അവിടെ കണ്ണുമടച്ച് വെറുതെ ഇരിക്കുകയല്ല. അത് കൊടുക്കേണ്ട സമയത്ത് ഭഗവാൻ അറിയാം എങ്ങനെയാണ് അവർ ഭക്തരോടൊപ്പം നിൽക്കുന്നത്. കാരണം ഭക്തർ ഭയങ്കര ക്ഷമയോടെ വരുന്നവരാണ്. പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നൊയമ്പ് നോറ്റ് ഭഗവാനെ ധ്യാനിച്ച് 2 മാസം ഒരു മണ്ഡലക്കാലം നൊയമ്പ് നോറ്റ് വരുന്ന ഭക്തരാണ്. അവർ ഒരിക്കലും ശബരിമലയിൽ പോയിട്ട് പരാതി പറയുകയോ ഒന്നും ചെയ്യുകയില്ല. അവർ മോക്ഷത്തിനാണ് പോകുന്നത്, മോക്ഷപ്രാപ്തിക്കാണ് ശബരിമലയിൽ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ പോവാം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവരെന്താണ് അവിടെ ചെയ്യുന്നത്? ഇവർ ഈ പറയുന്നത് പോലെ ഭക്തർക്ക് എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്ന പത്ര റിപ്പോർട്ടുകളും മാധ്യമ ഇതും മാത്രമേ ഉള്ളൂ. ഇവർക്ക് പ്രൊപ്പഗാൻഡ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ഭക്തന് ഒരു നിമിഷം ഭഗവാനെ കാണാൻ അവിടെ ഒരു സൗകര്യം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഒരു VIP വന്നാൽ അതല്ലതാനും. അപ്പോൾ അങ്ങനെയുള്ള ആ ഉച്ചനീചത്വങ്ങൾ ഒന്നും ഭഗവാന്റെ മുമ്പിൽ ഭാവഭേദമില്ലാതെയാണ് ഭഗവാൻ അവിടെ ഭക്തരെ കണക്കാക്കുന്നത്. പക്ഷേ മാറി മാറി വരുന്ന ഈ ദേവസ്വം ബോർഡ് അവരുടെയും സർക്കാരിൻ്റെയും, പക്ഷേ ദേവസ്വം ബോർഡും സർക്കാരും മാറും. 5 വർഷം കൂടുന്തോറുമോ 2 വർഷം കൂടുന്തോറുമോ മാറും. പക്ഷേ ഭക്ത സമൂഹവും പന്തളം കൊട്ടാരവും അയ്യപ്പസ്വാമിയും എന്നും അവിടെ നിലനിൽക്കും. ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനായി അവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടത് പ്രാഥമികമായ സൗകര്യങ്ങൾ, അവർ വലിയ സൗകര്യമോ AC റൂമോ ഒന്നും ചോദിക്കുന്നില്ല. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഇത്രയും കാലമായിട്ടും ഈ കഴിഞ്ഞ 9 വർഷമായിട്ടും ചെയ്യാതെ ഇന്ന് ഈ ഭക്തരോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അതെ അയ്യപ്പനോടുള്ള വിശ്വാസം, ഇവരൊക്കെ 2018 എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് നമ്മുടെ ഭക്തജന സമൂഹം കണ്ടതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും പവിത്രമായ ഭഗവാന്റെ പിതസ്ഥാനീയരായ തന്ത്രിയെയും പന്തളത്ത് കൊട്ടാരത്തെയും വിശ്വാസി സമൂഹത്തെയും എന്തെല്ലാം പറഞ്ഞതാണ്. ഇന്ന് ഇവർക്കൊക്കെ ഒരു ധാർമ്മികതയുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ഭാഷ പറയാൻ പാടില്ലാത്തത്, ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ട ഭക്തജനങ്ങളാണ്. ഒരു നിമിഷം, ഞാൻ ഒരു ചെറിയ ഇടവേള കൂടി അനിവാര്യമാണ്. ഈ കൊട്ടാരത്തിന്റെ വിശേഷങ്ങളിലേക്ക് കൂടി കടക്കാം.
ഭഗവാൻ ഉപയോഗിച്ചിരുന്ന ഒരു കുളമുണ്ട് ഇവിടെ. ഭഗവാന്റെ തിരുവാഭരണം ഇടയ്ക്ക് ഇവിടെ സൂക്ഷിച്ചൊരു നിലവറയുണ്ട്. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ കൊട്ടാരത്തിന് പറയാനുണ്ട്. അതിലേക്ക് നമുക്ക് വരാം, ഒരു ചെറിയ ഇടവേള.